നമ്മൾ 2 കൊരിന്ത്യർ 12:10 നമ്മൾ പൊതുവാക്യമായിട്ട് നമുക്ക് ലഭിച്ചത്. അപ്പോസ്തലൻ്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടിരുന്നുവല്ലോ. പൗലോസ് അവിടെ ജീവിക്കുമ്പോൾ അവൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. പക്ഷേ സഹോദരൻ കർക്കശ്യത്തോടെ പല കാര്യങ്ങൾ സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളിൽ ഒരു ബലഹീനനെ പോലെ തോന്നിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് സഹോദരനെ അങ്ങോട്ട് ഒരു മറ്റുള്ളവർക്ക് കൊടുക്കുന്ന അത്രയും ബഹുമാനത്തിലും അത്രയും റെസ്പെക്റ്റിലും അങ്ങോട്ട് ഇടപെടാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ ഇങ്ങനെ പറയുന്നത്, അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും. അതെ, ഇപ്പൊ ഞാൻ 12 വായിക്കുന്നേ. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവൃത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നു. ഞാൻ പ്രവർത്തിച്ചപ്പോൾ ഈ കാര്യങ്ങൾ അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ രീതിയിൽ നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നു. എങ്കിലും നിങ്ങൾ എന്നെ ഒരു അപ്പോസ്തലനുള്ള രീതിയിൽ അങ്ങോട്ട് ബഹുമാനിക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്യുന്നില്ല. അത് പൗലോസിന് വലിയ സങ്കടമുണ്ട്. കാരണം അവന് അത് വെളിപ്പെട്ട് വന്നുവല്ലോ. ഞാൻ നിങ്ങൾക്ക് ഭാരമായി തീർന്നില്ല. പൗലോസിന്റെ ഒരു പ്രത്യേകതയായിരുന്നു, അവർക്കൊരു ഭാരം ഉണ്ടാക്കി കൊടുക്കരുത്. കൂടെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരു ഭാരം ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ള വലിയ ആശയം അവനുണ്ടായിരുന്നു. ഭാരമായി തീർന്നില്ല എന്നുള്ളതല്ലാതെ ശേഷ സഭകളേക്കാൾ നിങ്ങൾക്ക് ഏതൊന്നിൽ കുറവ് വന്നു. ഗലാത്യ കൊരിന്ത്യ സഭയിൽ ഒരു ഭാരവും വെക്കാനായിട്ട് പൗലോസ് ഇഷ്ടപ്പെട്ടില്ല. അവർക്ക് ഭാരം കൊടുത്തില്ല എന്നുള്ളതാണോ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് പറയാൻ കാര്യം? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ പറയുന്നത്, നിങ്ങൾ എൻ്റെ വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. ഞാൻ പറയുന്ന വാക്കുകൾക്ക്, വചനത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് അവന് പറയുകയാണ്. അവനെ മാറ്റി നിർത്തി വേണ്ട രീതിയിൽ അവൻ പറയുന്ന വാക്കുകൾക്ക് വേണ്ട രീതിയിൽ പ്രാധാന്യം കൊടുക്കാതെ പോകരുത് എന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. കാരണം അവൻ മറ്റു പലരേക്കാളും ശ്രേഷ്ഠമായ രീതിയിൽ അവരോട് വചനം പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അവൻ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല. വേറെ പറഞ്ഞിടം പോലെ നമുക്ക് പറയാം. അവൻ 2 കൊരിന്ത്യർ 12:9 മുതൽ, അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവനെ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ഒരു ദൂതനെ കൊടുത്തു, അവൻ്റെ ശരീരത്തിൽ കുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനോട് പറയുകയാണ്, അവിടെ അവൻ ക്ഷീണിക്കുമ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി. നമ്മളും നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു പോകുമ്പോൾ നമ്മൾ ആകെപ്പാടെ തളർന്നു പോകും. എന്നാൽ അത് നമ്മെ ഒരു ഉന്നത സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് നമ്മളെ അവിടെ ഒന്ന് നിർത്തിയതാ. ഒന്ന്
അവിടെ ഒരു ഒരു നമ്മുടെ മുന്നോട്ടുള്ള ഗതിക്ക് ഒരു തടസ്സം അവിടെ സൃഷ്ടിച്ച എന്തിനെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. അവിടെ അതുപോലെയാണ് അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിലാണ് തെളിഞ്ഞു വരുന്നത്. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട്, ആ ശക്തിപ്പെടുത്തുന്നത് നിന്റെ ബലഹീനതയിലാണ് അപ്പോൾ തെളിഞ്ഞു വരുന്നത്. നമ്മുടെ ബലഹീനതയിലാണോ നമ്മുടെ ശക്തി തെളിയുന്നത്? നമ്മൾ ബലമില്ലാത്തവരാകുമ്പോൾ ശക്തരാകുകയാണോ? ബലമില്ലാതെ വരുമ്പം നമ്മൾ ശക്തിഹീനരായി മാറുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ കർത്താവ് പറയുന്നത് എന്താണ്? ഇവിടെ കർത്താവ് പറയുന്നത് എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഈ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തിയാണ് നമുക്ക് ആവശ്യം. നമ്മൾ ബലഹീനരാകുമ്പോൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ദൂര സ്ഥലത്തേക്ക് പോകാനുള്ള ആഗ്രഹമുണ്ട്, ആവശ്യത്തിന് പൈസയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എയർ ടിക്കറ്റ് എടുത്ത് അവിടേക്ക് അങ്ങ് പോകും, ഞാനോട് ചോദിക്കണ്ടല്ലോ. പക്ഷേ അതിനുള്ള പൈസയോടുള്ള സൗകര്യങ്ങളോ ഒന്നും ഇല്ലാതിരിക്കുകയാണ്. അതേപോലെ തന്നെ വീട്ടിൽ പലരെ അറ്റൻഡ് ചെയ്യേണ്ട രോഗികളൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവന് പോകാനായിട്ട് പറ്റത്തില്ല. എൻ്റെ ബലഹീനതയിൽ അവിടെ കർത്താവിൻ്റെ ശക്തി തെളിഞ്ഞു വന്നാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മുടെ ബലഹീനതയിൽ കർത്താവിൻ്റെ ശക്തി തെളിഞ്ഞു വരണം. അപ്പോഴേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആ ഒരവസ്ഥയിലേക്ക് അവനെ കൊണ്ടുവരികയാണ്. അവന് മനസ്സിലാകുന്നില്ല എങ്കിലും അവനെ അതിനകത്തേക്ക് കൊണ്ടുവരികയാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ആകയാൽ അതുകൊണ്ട് ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടത് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. അത് പൗലോസിന് മനസ്സിലായതുകൊണ്ട് അവനിപ്പോൾ ഒരു തീരുമാനമെടുത്തു. എന്താണ്? എൻ്റെ ശക്തി, ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ, അതിനെ അവൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ആ ബലഹീനതയിൽ ഇരിക്കുമ്പോൾ മാത്രമേ എൻ്റെ കർത്താവിൻ്റെ ശക്തി എൻ്റെ മേൽ വരുവുള്ളൂ എന്നുള്ളതിന് തെളിവായി കഴിഞ്ഞപ്പോൾ, അപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ ശക്തി നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബലഹീനതകളിൽ നമുക്ക് താണിരിക്കുക. നമ്മുടെ ബലത്തിൽ നമ്മൾ മുന്നോട്ട് ഓടുകയല്ല, നമ്മുടെ ബലഹീനതയിൽ നമ്മൾ താണിരിക്കുക, കർത്താവ് പ്രവർത്തിക്കാൻ. എനിക്ക് സ്വന്തമായിട്ട് വേണേ പറ്റുമായിരിക്കും, പക്ഷെ അവിടെ കർത്താവ് നമ്മളെ അനുവദിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്താൽ മാത്രമേ ഒരു ക്രിസ്തീയ ജീവിതം നമ്മിൽ നടക്കത്തുള്ളൂ, ക്രിസ്തീയ ജീവിതം നടക്കുകയുള്ളൂ. അതുകൊണ്ട് 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. നമുക്കും ആ പൗലോസിൻ്റെ അതേ ചിന്ത നമുക്കും ആവശ്യമാണ്. കാരണം ഇവിടെ അവൻ പറയുന്നത്, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനതയും കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. കാരണം ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ ശക്തനാകുന്നു. അവിടാണ് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി. അത് കർത്താവിൽ നമുക്ക് ലഭിക്കണം. ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ശക്തി അത് പ്രാപിക്കാനായിട്ട് നമുക്ക് ഉത്സാഹിക്കണം. ബലഹീനത നിവർത്തിയില്ല, പക്ഷെ ഈ ബലഹീനതയിൽ ഇതാ ശക്തി തികഞ്ഞു വരുന്നു. ആ ബലഹീനതയിൽ ശക്തി തികഞ്ഞു വരുന്നത് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അത് നമുക്ക് സന്തോഷമായി തീരുന്നത്. ഇന്നത് കഴിയില്ല, ശരി, കർത്താവിൻ്റെ ശക്തി ഇവിടെ തെളിയുന്നു. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പല അവസരത്തിലും ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പ്രയാസം, പക്ഷേ ഇവിടെ നമ്മൾ അവിടെ
നമ്മളെ പാസീവാക്കി കൊടുക്കാൻ, അവിടെ വെയിറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി അധികമായി ലഭിക്കും. അങ്ങനെ ശക്തി പ്രാപിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അതിന് നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഇന്ന് പറഞ്ഞ മെസ്സേജും എൻ്റെ ലൈഫിൽ എൻ്റെ ഈ ആഴ്ച തന്നെ ഒത്തിരി എന്താണ് കമ്പാരിറ്റീവ് ആയിരുന്നു. അപ്പം ഇന്ന് പറഞ്ഞ ആ വാക്യം 2 Corinthians chapter 12 verse 9 അതിനകത്ത് no I am with you, that is all you need, my power shows up best in weak people. എന്നിട്ട് പോൾ പറയുന്നത്, now I am glad to boast about how weak I am. I am glad to be a living demonstration of Christ's power instead of showing off my own power and abilities. എനിക്കും ഈ ഒരു കാര്യം, ലെറ്റ് ദിസ് ബി മൈ പ്രെയർ എവറി ടൈം ഞാൻ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലൈക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഇപ്പം വേൾഡ്ലി വൈസ് നോക്കുവാണെങ്കിൽ, ഇപ്പം കഴിഞ്ഞ ആഴ്ച എന്തോന്ന് എനിക്ക് എൻ്റെ SSLCയുടെ മാർക്ക് കിട്ടി. എനിക്ക് ഞാൻ വിചാരിച്ച മാർക്കല്ല, ഞാൻ വിചാരിച്ചത് എനിക്ക് ഫുൾ A+ കിട്ടുമെന്ന്. പക്ഷെ ദൈവം വിചാരിച്ചത് ഐ ഷുഡ് നോട്ട് ഗെറ്റ് ഫുൾ A+, റാദർ ഐ ഷുഡ് ഗെറ്റ് 9A+ ഫോർ ഓൾ അതർ സബ്ജക്ട്സ്. പിന്നെ ഹിന്ദിക്ക് 9. ബിക്കോസ് ഓഫ് ദാറ്റ്, അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഇൻസ്റ്റെഡ് ഓഫ് മീ ഗ്രംബിളിങ് ആൻഡ് ഞാൻ ശരിക്കും അവിടെ പെറുപെറുത്ത് ഞാൻ യേശുവോട് പറയുന്നു, ദൈവമേ നീ എനിക്ക് 10A+ തരാത്തത്, വാട്ട് ഇസ് ദിസ്, ഇറ്റ്സ് നോട്ട് ഫെയർ എന്ന് പറയാതെ, ഐ ക്യാൻ നൗ ഗ്ലാഡ്ലി പ്രൂവ് ദാറ്റ് ഐ ആം വെരി ബാഡ് അറ്റ് ഹിന്ദി. ഇറ്റ്സ് സംതിങ് സോ ട്രൂ. എനിക്കിപ്പം അത് ബ്ലൈൻഡ് ലൈക്ക് കവറപ്പ് ഉണ്ടാ. കാരണം ഇപ്പം ഫുൾ A+ കിട്ടിയിട്ട് ഒരാൾ പറയാം, അപ്പോൾ നീ എല്ലാത്തിലും ഭയങ്കര മാസ്റ്ററാ, നീ എല്ലാം പഠിച്ചിട്ടുണ്ടല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ ആണ് എന്ന് പറയാൻ അല്ലാതെ, എനിക്കിപ്പം 9A+ ഉള്ളതുകൊണ്ട് എനിക്ക് പറയാം, ശരി എനിക്ക് ഹിന്ദിക്ക് മാത്രം, എനിക്ക് ഹിന്ദി അത്ര അറിയത്തില്ല, ബാക്കിയെല്ലാം എനിക്ക് അത്യാവശ്യം അറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട് നന്നായിട്ട് എന്ന് പറയാനുള്ള ഒരു സത്യം എനിക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ആ നാണക്കേടോടെ ഞാൻ പിന്നെ പറയേണ്ടി വരും. ആ ഒരു കാര്യം ഗോഡ് സോ ദാറ്റ് എന്താ പറഞ്ഞ ത്രൂ ഔട്ട് മൈ ലൈഫ്, ആ ഒരു ലൈഫ് ടൈമിൽ ഉള്ള ഒരു വിഷൻ ദൈവം കണ്ടായിരുന്നു. ഇറ്റ്സ് എന്താ പറഞ്ഞ ലൈക്ക് അത് വിചാരിക്കുമ്പോൾ ഐ ആക്ച്വലി എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു. ലൈക്ക് ഗോഡ് ഹൗ ഷോർട്ട് സൈറ്റഡ് ഐ ആം. ഐ ഓൺലി ലുക്ക് അറ്റ് വാട്ട് ഐ നീഡ് നൗ. ആ ഒരു എന്താണ്, നോട്ട് വാട്ട് ഐ നീഡ് നൗ, വാട്ട് ഐ ഷുഡ് ഷോ മൈ സെൽഫ്, ഹൗ ഐ ഷുഡ് ഷോ മൈ സെൽഫ് ടു ദ പീപ്പിൾ. എന്താണ്, എങ്ങനെ എനിക്ക് ഈ എല്ലാവരുടെ മുമ്പാകെ ഞാൻ എനിക്ക് എങ്ങനെ പഫ്ഡ് അപ്പ് ആവുന്ന ഒരു വിചാരം. നൗ ഹൗ ക്യാൻ ഐ ബി വെരി പഫ്ഡ് അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പീപ്പിൾ, ഹൗ ക്യാൻ ഐ ബി വെരി ഗ്രേറ്റ് അമംഗ് ദ പീപ്പിൾ. അതാണ് ഞാൻ നോക്കുന്നത്. അല്ലാതെ വാട്ട് ക്യാൻ ഐ റിഫ്ലക്ട് ദം അബൌട്ട് വാട്ട് ക്രൈസ്റ്റ് വാണ്ട്സ് മീ ത്രൂ ദിസ് ലൈഫ്. അല്ലെങ്കിൽ ഇനി വരുന്ന ജീവിതം, ഈ മൊത്തം ഈ ഫുൾ ലൈഫിൽ എനിക്ക് എങ്ങനെ ദൈവം, ലൈക്ക് യേശു, ജീസസ്, ഹൗ ക്യാൻ ഐ റിഫ്ലക്ട് the life of Jesus to each and every person that I meet on this earth. ആ ഒരു കാര്യം എനിക്കിപ്പോഴാ കാണാൻ പറ്റിയത്. അതിന് ശരിക്കും ഞാൻ അങ്ങനെ താഴ്ത്തു തന്നെ. അതുപോലെ ഈ ഒരു വാക്യം എനിക്ക് ഇനിയും മുമ്പോട്ട് വരുന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പം എൻ്റെ സ്കൂളിൻ്റെ അഡ്മിഷൻ്റെ കാര്യം, ഇപ്പം നമ്മളൊരു അൺസർട്ടനിറ്റി സ്റ്റേജിലാണ് ഇരിക്കുന്നത്. പക്ഷെ ദൈവം പറഞ്ഞിരിക്കുന്നു, ഐ ആം വിത്ത് യു, ദാറ്റ് ഈസ് ഓൾ യു നീഡ്, മൈ പവർ ഷോസ് ഓഫ് ബെസ്റ്റ് ഇൻ വീക്ക് പീപ്പിൾ. സോ എത്രത്തോളം ഞാൻ എന്നെ സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ കയ്യിലേക്ക്,
അത്രത്തോളം ദൈവം ഒരു നോട്ട് എ മിറാക്കിൾ ബട്ട് മോർ ദൻ എ മിറാക്കിൾ, ദൈവം എന്നെ വാട്ട് ഹി വാണ്ട്സ് ഫോർ മീ ഇൻ ദിസ് മൈ പേർപ്പസ്, എൻ്റെ ഈ ജീവിതത്തിലുള്ള എൻ്റെ ഈ പേർപ്പസ്, അതാണ് ദൈവം എന്നെ കാണിക്കുന്നത്. അപ്പം അതുപോലെ എനിക്ക് ഇതുപോലെ ഒരു വിചാരം ഉണ്ടായിരുന്നു. ഈ നോർത്ത് ഇന്ത്യയിൽ ഒത്തിരി ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. അത് അവർക്ക് ലൈക്ക് ഇപ്പം ഞാനായിട്ടൊരു മനുഷ്യൻ അവിടെ കഷ്ടപ്പെടുമ്പോൾ എനിക്ക് ആ ഒരു കഷ്ടതയിലൂടെ പോകുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി വെരി ഹാർഡ് ഫോർ മീ ടു സ്റ്റേ ദർ. ഞാൻ എങ്ങനെയെങ്കിലും അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് വരാനായിരിക്കും എൻ്റെ ആഗ്രഹം. പക്ഷെ അവരെങ്ങനെയാണ് അത് സഫർ ചെയ്യുന്നത് എന്ന് അത് ആക്ച്വലി 10ാമത്തെ വാക്യത്തിലുണ്ട്. അതിനകത്ത് വായിക്കുന്നത്, സിൻസ് ഐ നോ it's all for Christ's good, I'm quite happy about the thorn and about insults and hardships, the persecutions and difficulties, for when I am weak then I am strong. അത് പോൾ ആക്ച്വലി കാണുന്നുണ്ട് അതിനകത്ത്. ലൈക്ക് ആ ഒരു എന്താ കഷ്ടതയിൽ പോകുമ്പോൾ he knows how weak he is. അത് ശരിക്കും ദൈവം നമ്മളുടെ മുമ്പിലേക്ക് റിവീൽ ചെയ്യും. See, you are this weak എന്ന് പറഞ്ഞ് കാണിക്കും. ആ ഒരു കാര്യം എനിക്ക് ശരിക്കും എന്താ ഒരു റെവലേഷൻ ആയിട്ട് വന്നു. കാരണം we must not suffer because it is just ഒരു ക്രിസ്ത്യൻ rule that Christians should suffer and Christians are born to be suffered. അങ്ങനെയല്ല. We suffer because Christ suffered for us. So as a gratitude or out of our love for Christ, അതിനു വേണ്ടിയാണ് നമ്മൾ സഫർ ചെയ്യുന്നത്. Because and also so that we may show what Christ has done for us in our life to the people who are blind in this world. ഒരു വലിയ കാര്യം എൻ്റെ ഇതിൽ നടന്നത്, ദ മോർ ലൈക്ക് എൻ്റെ ഈ 2-3 ദിവസങ്ങളിൽ എനിക്ക് എന്താ പറയുക, ഈ അഡ്മിഷൻ്റെ കാര്യം വന്നതോടുകൂടി ഞാൻ ശരിക്കും എൻ്റെ സ്ട്രെങ്തിൽ നോക്കുമ്പോൾ ദർ ഇസ് നോ ഹോപ്പ്. ഐ ക്യാൻ നോട്ട് സീ എനിത്തിങ് ഇൻ ദ ഫ്യൂച്ചർ. എനിക്ക് ലൈക്ക് ഇനി ഒന്നും കാണാൻ പറ്റില്ല. ലൈക്ക് എൻ്റെ സ്ട്രെങ്തിൽ, എൻ്റെ പെർസ്പെക്റ്റീവ്, മൈ സെൽഫ് ലൈക്ക് ഐസിൽ നോക്കുവാണെങ്കിൽ, എൻ്റെ ഫ്ലഷ്ലി ഐസിലൂടെ നോക്കുവാണെങ്കിൽ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എനിക്കൊന്നും എൻ്റെ അഡ്മിഷൻ്റെ കാര്യം എനിക്കൊന്നും ദർ ഇസ് നോ ഹോപ്പ്. എനിക്കൊന്നും കാണാൻ പറ്റില്ല. എനിക്കൊരു ഒരു സ്കൂളും കിട്ടാനുള്ളൊരു അവകാശമില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഇതിൽ കാണുമ്പോൾ ഐ ഫീൽ മച്ച് മോർ ഓഫ് എ ഹോപ്പ്. കാരണം അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇനി ഒരു ചോയ്സ്. അപ്പം ഈ ഒരു വാക്യം, let that be my goal, my motto in this week. Let God's power flow through me so that I can reflect and pour that out to other people who are near me, who are around me. May God give me the strength. Amen. ദൈവങ്ങൾ വിശ്വാസത്തെ നന്ദി പറയുന്നു. ഇന്ന് എനിക്കും ഈ വചനം വളരെ പ്രയോജനപ്പെട്ടായിരുന്നു. എൻ്റെ ബലഹീനതയിൽ യേശു എനിക്ക് കൃപ തന്നു. അത് ഓരോ പരീക്ഷയിലും എൻ്റെ കൂടെ ഇരുന്നു. അല്ലാതെ എനിക്ക് പറയാനുള്ള, ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. ഈ പത്തി കയറിയപ്പം തൊട്ട് എനിക്ക് ഓരോ കഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ മാസം ഒരാഴ്ച ഇരിക്കുമ്പോൾ ഒരു പനി വരും. ആദ്യം വിട്ടുമാറാൻ വേണ്ടി കുറച്ച് ദിവസം എടുക്കും. പക്ഷെ അടുത്ത ആഴ്ചയും ആ ഒരു പനി ഒരു മാസത്തിൽ ഒരു 3 പനി 4 പനി വരും. അവിടെയൊക്കെ എൻ്റെ കൂടെ ഇരുന്നു. പിന്നെ ഒരു വിഷയം എന്തായാലും ഒരു 10th സ്റ്റാൻഡേർഡിൽ കയറിക്കഴിഞ്ഞാൽ ഒരു വിഷയം ഒരു വിഷയമല്ല പഠിക്കേണ്ടത്. കുറേ ഒരു 10 വിഷയം അതിനകത്ത് കുറേ ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതെല്ലാം പഠിച്ച് കയറുമ്പോൾ എനിക്ക് എൻ്റെ തലയ്ക്ക് അങ്ങ് വേദന എടുക്കുമായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ അധികം ആ സമയത്തൊന്നും ഞാൻ അധികം പഠിച്ചിട്ടില്ല. ഇപ്പം ഈ ലാസ്റ്റ് സമയം ഇപ്പം ചർച്ചിൽ വരാതെ ഞായറാഴ്ച ട്യൂഷന് വന്ന് പലവരും പറഞ്ഞിട്ടുണ്ട്, നോക്കുക കണ്ടോളൊക്കെ പറഞ്ഞ്.
പക്ഷേ ആ മാത്സ് പരീക്ഷയിലും എനിക്ക് അന്ന് ചെറിയൊരു പനിക്കോളുണ്ടായിരുന്നു. പക്ഷേ അവിടെ ദൈവം എന്നെ സഹായിച്ചു. ആ പരീക്ഷയിൽ എനിക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റി, നല്ല മാർക്കൊക്കെ കിട്ടി. പിന്നെ ഈ വരുന്ന ഇപ്പോൾ അലോട്ട്മെൻറ്റ് തുടങ്ങുക 15-ാം തീയതി തൊട്ട്. അപ്പം അതിൻ്റെ അഡ്മിഷൻ എനിക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഞാൻ 3 വിഷയം റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഓർത്ത് പ്രാർത്ഥിക്കണം.